കോൺട്രാക്ട് വാർത്തയിലേക്കാണ്. KSRTCയിലെ വിവാദ നടപടി ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നു എന്നതാണ്. അവിഹിതമുണ്ട് എന്ന തരത്തിൽ അധിക്ഷേപിക്കുന്ന തരത്തിൽ പരാമർശിച്ചുകൊണ്ട് വനിതാ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിച്ചിരിക്കുകയാണ്. ഗതാഗത മന്ത്രി KP ഗണേഷ് കുമാറിന് ലഭിച്ച പരാതിയിലായിരുന്നു വിവാദ ഉത്തരവ് പുറത്തിറക്കിയത്. വനിതാ കണ്ടക്ടറുടെ പേരും ജോലി ചെയ്യുന്ന സ്ഥലവും ഒക്കെ വെച്ചുകൊണ്ടായിരുന്നു സസ്പെൻഷൻ ഉത്തരവ്. TV പ്രസാദുണ്ട് വിശദാംശങ്ങളുമായി. പ്രസാദ്, ഒരു സദാചാര നടപടി എന്ന് പറയാവുന്ന രീതിയിലായിരുന്നു ഉത്തരവെന്ന് മാത്രമല്ല ഗുരുതരമായ കാര്യം അവരുടെ പേരുൾപ്പെടെ പരാമർശിച്ചിരുന്നു എന്നുള്ളതാണ്. ഏതായാലും റിപ്പോർട്ടർ വാർത്ത ആക്കിയതിന് പിന്നാലെ നടപടി പിൻവലിച്ചിരിക്കുകയാണ് മന്ത്രി എന്നറിയുന്നു. വിശദാംശങ്ങൾ എന്താണ്? വാർത്ത പുറത്തുവന്ന മണിക്കൂറുകൾക്കകം തന്നെ ഈ സസ്പെൻഷൻ നടപടി പിൻവലിക്കേണ്ടതായി വന്നു എന്നുള്ളതാണ് വിനീത. സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള അറിയിപ്പിൽ പക്ഷേ ഇക്കാര്യങ്ങളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. KSRTC വനിതാ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അടിയന്തരമായി സസ്പെൻഷൻ നടപടി റദ്ദ് ചെയ്യുവാൻ മന്ത്രി KP ഗണേഷ് കുമാർ KSRTC വിജിലൻസ് വിഭാഗം ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മന്ത്രിക്ക് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ ഉത്തരവ് ഇറക്കുന്നത് എന്ന് ഈ പറയുന്ന വിജിലൻസ് വിഭാഗം ഡയറക്ടർ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. ഷാജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇതിൻ്റെ പ്രശ്നം അതൊന്നുമല്ല വിനീത. സസ്പെൻഡ് ചെയ്യുന്നതും മറ്റ് നടപടികളുമെല്ലാം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പതിവുള്ളതാണ്. പക്ഷേ ആ ഉത്തരവിൽ എഴുതിയിരിക്കുന്നതാണ് പ്രശ്നം. അതായത് മന്ത്രിക്ക് അവിഹിതമുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഡ്രൈവറുടെ ഭാര്യയുടെ പരാതി കിട്ടുന്നു. അത് KSRTC അന്വേഷിക്കുന്നു. KSRTC അന്വേഷിച്ച് വാട്സപ്പ് ചാറ്റുകളും ഫോട്ടോകളും വീഡിയോസും എല്ലാം നോക്കി അവിഹിതം നടന്നു എന്ന് തെളിയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഉത്തരവ്. മാത്രമല്ല ഉത്തരവിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ ഡ്രൈവറുടെ ശ്രദ്ധ മാറ്റുന്ന രീതിയിൽ തുടർച്ചയായി ഈ വനിതാ കണ്ടക്ടർ സംസാരിക്കുന്നു എന്നും ഉത്തരവിൽ പറയുന്നു. ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, വാട്സപ്പിൽ ഈ കുറ്റം തെളിയിക്കണമെങ്കിൽ എങ്ങനെയാണ്, ഏത് ഏജൻസിയാണ് അന്വേഷിച്ചത്? ആ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നോ? ഡ്രൈവറുടെ ശ്രദ്ധ മാറുന്ന വിധം ഈ വനിതാ കണ്ടക്ടർ അവിടെ ഇരുന്ന് സംസാരിച്ചു എന്നുള്ളതിന് ഏത് യാത്രക്കാരനാണ് പരാതി നൽകിയത്? ഇതിലും പ്രധാനപ്പെട്ട കാര്യം, ഈ ഉത്തരവിൽ ആ സ്ത്രീയുടെ പേര് പറയുന്നു എന്നുള്ളതാണ് വിനീത. ആ സ്ത്രീ ഏത് യൂണിറ്റിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുന്നു എന്നുള്ളതാണ്. ഇനി അഥവാ നടപടിയെടുക്കണമെങ്കിൽ അവർക്കൊരു എംപ്ലോയി കോഡുണ്ട്. ആ എംപ്ലോയി കോഡ് വെച്ച് ഉത്തരവ് പുറത്തിറക്കാമായിരുന്നു. പക്ഷേ അവിഹിതം എന്ന് പറഞ്ഞ് മന്ത്രിക്ക് കിട്ടിയ ഒരു പരാതി, ആ പരാതി KSRTC അന്വേഷിച്ച് അവിഹിതം നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്ന രീതിയിലേക്ക് ഒരു ഉത്തരവ് പുറത്തിറങ്ങിയതാണ് ഗുരുതരമായ ഒരു പ്രതിസന്ധിക്കിടയാക്കിയത്. ഉറപ്പായും നമ്മുടെ വാർത്ത പുറത്തു വന്ന് 6 മണിക്കൂർ പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് ആ സസ്പെൻഷൻ പിൻവലിക്കേണ്ടി വന്നത് വകുപ്പ് മന്ത്രിക്കും ആ ഉത്തരവിറക്കിയ ആൾക്കും അതുപോലെ തന്നെ വകുപ്പ് സെക്രട്ടറിക്കും എല്ലാവർക്കും അതിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. നാളെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടായേക്കാവുന്ന ഉത്തരവാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് 6 പിന്നിടുന്നതിന് മുമ്പ് തന്നെ വാർത്ത പുറത്തു വന്ന് ഇങ്ങനെ ഒരു നടപടി എടുക്കേണ്ടി വന്നത് വിനീത.